ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ പുകവലി എങ്ങനെ ഉപേക്ഷിക്കാം അല്ലെങ്കിൽ എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, നമുക്ക് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടിയിട്ടാണോ നമുക്കത് ആവശ്യമായത് എന്നുള്ളതാണ്. നമുക്ക് വേണ്ടിയിട്ടാണ് എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കടമ്പ നമ്മൾ പാസ്സായി. കാരണം എനിക്ക് പുകവലിക്കണ്ട എന്ന് എൻ്റെ മനസ്സിൽ ഞാൻ തീരുമാനിക്കുന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. മറ്റൊരാൾക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ അയാൾക്കതിന് താല്പര്യമുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഓക്കെ, താല്പര്യമുണ്ട്, അത് ഏത് വിധേനയും പുകവലി നിർത്തണം എന്നുള്ളതുണ്ട്. പിന്നെ അടുത്തത്, പുകവലിക്കുന്ന ആൾ അതെനിക്കറിയാം, പുകവലിച്ച് കഴിഞ്ഞാൽ ക്യാൻസർ ഉണ്ടാകും, ഹൃദയ സംബന്ധമായ അസുഖങ്ങളുണ്ടാവും, ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളുണ്ടാവും, ചിലപ്പോൾ തലച്ചോറിനെ ബാധിക്കുന്ന അസുഖങ്ങളുണ്ടാകും. അതായത് ശാരീരികമായ ബുദ്ധിമുട്ടും ശാരീരികമായ അസുഖങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ വിളിക്കുന്നത്, അല്ലെങ്കിൽ അറിഞ്ഞിട്ട് തന്നെയാണ് ഞാനത് ചെയ്യുന്നത് എന്നുള്ള ഒരാളാണ് എങ്കിൽ അതിന് കുറച്ചുകൂടി സമയമെടുക്കും. ശരി, പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ചൊന്നും വലിയ ഇതൊന്നുമില്ല. അല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്കത് മാറ്റാൻ പറ്റും. ഇത് ഓരോ വ്യക്തികളെ സംബന്ധിച്ചിരിക്കും, വ്യക്തികളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അടുത്തത്, ഇപ്പോൾ ഇതെല്ലാം അറിയാം, ഇങ്ങനെയാണ് ആണല്ലോ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ അയാൾക്ക് താല്പര്യമുണ്ട്, നിർത്താൻ താല്പര്യമുണ്ട്, പക്ഷേ അയാൾക്ക് നന്നായിട്ടറിയാം ഗുളികയെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം. അപ്പം ഇതെല്ലാം അറിയാവുന്ന ഒരാളെ ഇതിൽ നിന്ന് മാറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എപ്പോഴൊക്കെയാണ് അയാൾ പുകവലിക്കുന്നത് എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ടെൻഷൻ, സന്തോഷം, സങ്കടം അങ്ങനെ എന്തെങ്കിലും വരുമ്പോഴാണോ പുകവലിക്കുന്നത്? അതല്ല പ്രത്യേകിച്ചൊരു കാരണവും ഇല്ലാതെ ചുമ്മാ വലിക്കുകയാണോ? ചെയിൻ സ്മോക്കറാണോ? അതോ ദിവസത്തിലൊന്ന്? അങ്ങനെ എന്താണ് അതിൻ്റെ ഫ്രീക്വൻസി, ആവൃത്തി എത്രയാണ് എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമായിരിക്കണം തുടർന്നുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടത്. വളരെയധികം ശക്തനായ മനസ്സ്, അതായത് വളരെ തീരുമാനങ്ങൾ എടുക്കാനും ഇതിനൊക്കെ പറ്റുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഒന്നുമില്ല, സ്വിച്ച് ഇട്ടതുപോലെ തന്നെ നമുക്ക് ഓഫ് ചെയ്യാം, ഞാൻ നാളെ മുതൽ പുകവലിക്കില്ല എന്ന് തീരുമാനിക്കാം. അപ്പോൾ എത്രത്തോളം അതിൽ കുറവാണോ അതിനനുസരിച്ച് ഇതിൻ്റെ സമയവും കൂടും. അപ്പോൾ അത് ആദ്യത്തെ സ്റ്റെപ്പ്, സ്വന്തമായി തീരുമാനിച്ചു എനിക്ക് പുകവലിക്കണ്ട. രണ്ടാമത്തത്, എപ്പോഴൊക്കെയാണ് പുകവലിയുടെ ആവൃത്തി ഉണ്ടാകുന്നത്, എങ്ങനത്തെ ആവൃത്തികളിലാണ് പുകവലിക്കുന്നത്, അത് മനസ്സിലാക്കി. അടുത്ത് ചെയ്യേണ്ടത്, നാളെ മുതൽ നീ പുകവലിക്കാൻ പാടില്ല എന്നുള്ളൊരു, അല്ലെങ്കിൽ നാളെ മുതൽ ഞാൻ പുകവലിക്കില്ല എന്നുള്ളൊരു തീരുമാനത്തിൽ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ ചെയ്യണമെങ്കിൽ അത്രയും മനഃശക്തിയുള്ള ഒരാളായിരിക്കണം, അല്ലെങ്കിൽ തീരുമാനങ്ങൾ അങ്ങനെ ഇതായി ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം. ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് ഇത് അങ്ങനെ ചെയ്താൽ മതി. അല്ലാത്തൊരാളാണെന്നുണ്ടെങ്കിൽ ഇതിന് പകരം ചെയ്യാൻ പറ്റുന്ന ശീലമല്ല നല്ല എന്തെങ്കിലും ഒരു കാര്യം. ഉദാഹരണത്തിന് എഴുതുക, വായിക്കുക, പാട്ട് കേൾക്കുക, അല്ലെങ്കിൽ നടക്കുക. അങ്ങനെ അതുമല്ല എന്നുണ്ടെങ്കിൽ മനസ്സിൽ എണ്ണുക. അങ്ങനെ എന്താണോ അവന് പറ്റുന്നത് അങ്ങനെയുള്ളൊരു നല്ല ശീലം കണ്ടുപിടിക്കുക. അത് ആഹാരം കഴിക്കുന്നത് പരമാവധി കുറയ്ക്കുന്നതാണ് നല്ലത്. കാരണം പുകവലിയുടെ ആവൃത്തി കൂടുതലുള്ള ആൾക്കാർ ആ സമയത്തെല്ലാം ആഹാരം കഴിക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും ഇതിൽ വരും. അപ്പോൾ പരമാവധി ആഹാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് എന്തെങ്കിലും പ്രവൃത്തികളിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇത് കുറച്ച് സമയമെടുക്കുന്ന കാര്യമാണ്, പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റുന്നതല്ല, സമയമെടുക്കുന്നതാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, അത് വ്യക്തികളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ അങ്ങനെ അത് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയൊരു നല്ല ശീലം തുടരാനും അല്ലെങ്കിൽ തുടങ്ങാനും സാധിക്കും, അല്ലെങ്കിൽ അതൊരു ശീലമായി മാറുകയും ചെയ്യും. പുകവലി എന്നുള്ള ദുശീലം നിങ്ങൾക്ക് മാറ്റാനും സാധിക്കും. അതിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമെന്ന് പറയുന്നത്, ഒന്ന്, സ്വന്തം ശരീരം, സ്വന്തം ആരോഗ്യം കുറച്ച് നാളും കൂടി കിട്ടും. രണ്ട്, കുടുംബത്തിന് നിങ്ങളെന്നുള്ളൊരു വ്യക്തി കുറച്ച് നാളും കൂടെ ഉണ്ടായിരിക്കും. മൂന്ന്, സമൂഹത്തിന് നിങ്ങൾ ദോഷം ചെയ്യുന്നില്ല.
അപ്പോൾ പുകവലിക്കുന്നതോടുകൂടി വലിക്കുന്ന ആൾക്ക് മാത്രമല്ല ആ പുക പുറത്ത് പോയി അതിനകത്തുള്ള കാർബൺ മോണോക്സൈഡ് വായുവിൽ കലർന്ന് മറ്റുള്ളവർക്കും അതിനുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. അതൊഴിവാക്കാൻ സാധിക്കും. അപ്പോൾ സ്വയമായും സമൂഹത്തിനും നല്ലത് സംഭവിക്കാൻ വേണ്ടിയിട്ട് പുകവലി നിർത്തുക എന്നുള്ളതാണ്